നിർത്തിയിട്ട ചില വാഹനങ്ങളിൽ നിന്നും എന്തോ ഒരു തരം ദ്രാവകം ഒഴുകിയിറങ്ങുന്നതായും കടുത്ത ദുർഗന്ധം വമിക്കുന്നെന്നും ഉള്ള ഫോൺ കോളിനെ തുടർന്നാണ് ന്യൂയോർക്ക് പോലീസ് അവിടേക്ക് പാഞ്ഞെത്തിയത്. ബ്രൂക്ലിനിലെ യൂട്ടിക്ക അവന്യൂവിലെ ശ്മശാനത്തിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഈ ട്രക്കുകൾ തുറന്ന് നോക്കിയ പോലീസ് ഞെട്ടി. ട്രക്കിനകത്ത് നിറയെ അഴുകി തുടങ്ങിയ മൃതദേഹങ്ങൾ. അടുക്കിയിട്ട നിലയിലുള്ള മൃതദേഹങ്ങളിൽ നിന്നും രൂക്ഷഗന്ധം പരത്തി പുറത്തേക്ക് ഒഴുകിയിറങ്ങുന്ന കൊഴുത്ത ദ്രാവകം. യൂട്ടിക്ക അവന്യൂവിലെ ആൻഡ്രൂ ടി ക്ലേക്ലി ശവസംസ്കാര കേന്ദ്രത്തിന്റെ പുറത്ത് നിർത്തിയിട്ടിരുന്ന 2 ട്രക്കുകളിൽ നിന്നുള്ള ഈ കരളയിക്കുന്ന കാഴ്ച COVID-19 മഹാമാരിയെ തുടർന്ന് അമേരിക്ക നേരിടുന്ന ദുരന്തത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന നേർക്കാഴ്ചയാവുകയാണ്. മഹാമാരിയിൽ മരണപ്പടഞ്ഞവരുടെ മൃതദേഹങ്ങളുടെ ആധിക്യം കാരണം ജോലിക്കാർ വിശ്രമമില്ലാതെ പണിയെടുത്തിട്ടും സംസ്കരിച്ചു തീരുന്നില്ല. സൂക്ഷിക്കാൻ ഇടമില്ലാത്തതിനാൽ ചില ശവസംസ്കാര കേന്ദ്രങ്ങൾ AC ട്രക്കുകൾ വാടകയ്ക്കെടുത്താണ് ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത്. ഈ മൃതദേഹങ്ങളാണ് അഴുകിത്തുടങ്ങിയത്. മുൻഗണനാക്രമം അനുസരിച്ചാണ് സംസ്കാരം നടക്കുന്നത്. വിശ്രമമില്ലാതെ ജോലി എടുക്കുന്നുണ്ടെന്നും എന്നാൽ എല്ലാ മൃതദേഹങ്ങളും ഉടനെ സംസ്കരിച്ച് തീർക്കാനാകുന്നില്ലെന്നുമാണ് ശ്മശാനം നടത്തിപ്പുകാർ പറയുന്നത്. ന്യൂയോർക്കിൽ മൃതദേഹം സംസ്കരിക്കാൻ ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പ്രമുഖ ആശുപത്രികളെല്ലാം ശീതീകരിച്ച ഇത്തരം ട്രക്കുകളുടെ നീണ്ട നിരയാണെന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേക ബാഗുകളിൽ പൊതിഞ്ഞാണ് ഇതിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത്. എന്നാൽ ബ്രൂക്ലിനിൽ കണ്ടെത്തിയ ട്രക്കുകളിൽ ശീതീകരണ സംവിധാനം ഇല്ലായിരുന്നുവെന്നും വെറും ഐസ് കട്ടകൾക്ക് മുകളിൽ മൃതശരീരങ്ങൾ വെച്ചിരിക്കുകയായിരുന്നുവെന്നും അധികൃതർ പറയുന്നു. ആഴ്ചകൾക്കിടെ 14,000-ത്തിലധികം പേരാണ് ന്യൂയോർക്കിൽ മാത്രം മരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ.